ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? CDSന്റെ ക്ലാസ്സസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ GKയുടെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താണ്, CDSന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. CDSന്റെ മാത്രമല്ല SSC, NDA, സിവിൽ സർവീസ് എക്സാം ഇതിന്റെ എല്ലാം എന്താണ് നോട്ട്സ് അവൈലബിൾ ആണ്. CDSന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. എന്ത് ചെയ്യുക? എനിക്ക് വേണമെന്നുള്ളവര് എനിക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ അവാർഡ് നോക്കാൻ പോകുന്ന അവാർഡാണിത്, ഭാരത് രത്ന എന്ന് പറയുന്നത്. ഭാരത് രത്ന എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണിത് ഭാരത് രത്ന എന്ന് പറയുന്നത്. അതായത് കല, സാംസ്കാരികം, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തികൾക്ക് നൽകുന്ന അവാർഡാണ് ഇത് ഭാരത് രത്ന. ഓർത്തുവെക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത് ഭാരത് രത്ന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, കല, സാംസ്കാരികം, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നിവയിൽ പ്രതിഭ തെളിയിച്ച വ്യക്തികൾക്കാണ് എന്ത് കൊടുക്കുന്നത്, ഭാരത് രത്ന അവാർഡ് നൽകുന്നത്. രണ്ടാമത്തെ അവാർഡാണ് പത്മ അവാർഡ്സ്. അതിൽ ഏതൊക്കെയുണ്ട്? മൂന്നെണ്ണമാണ് വരുന്നത്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഇങ്ങനെ 3 അവാർഡാണ് പത്മ അവാർഡ്സിൽ വരുന്നത്. ഓക്കെ, പത്മവിഭൂഷൺ രണ്ടാമത്തെ ഉയർന്ന ബഹുമതിയാണ്, പത്മഭൂഷൺ മൂന്നാമത്തെ, പത്മശ്രീ എന്ന് പറയുന്നത് നാലാമത്തെ. ഓക്കെ, പത്മ അവാർഡ്സ് ഏതൊക്കെയാണുള്ളത്? പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട്. ഓർത്തു വെക്കുക. പിന്നെ അടുത്തതാണ് പരംവീർ ചക്ര എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ്. ഏറ്റവും ഉയർന്ന സേനാ ബഹുമതിയാണ് ഇത് പരംവീർ ചക്ര എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ് ഏതാണ്? പരംവീർ ചക്ര. അശോക ചക്ര എന്താണ്? പീസ് ടൈമിലുള്ള ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ് ഇത് അശോക ചക്ര എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. സിനിമാ രംഗത്ത് പ്രകടമായ ദീർഘകാല സേവനങ്ങൾക്ക് നൽകുന്ന എന്താണ്, സേവനങ്ങൾക്ക് അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഇത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സാഹിത്യ അക്കാദമി അവാർഡ്. ഇത് ഇന്ത്യയിലെ എന്താണ്, സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് ഇത് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത്. അതായത് നോവലുകൾക്ക്, കവിതകൾക്ക്, കഥകൾക്ക്, അതിനൊക്കെയാണ് ഈ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അടുത്ത അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. ഭാരതത്തിലെ മികച്ച കായിക രംഗത്ത് മികച്ചു നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെ പ്രതിഭകൾക്ക്, അല്ലെങ്കിൽ അവരുടെ സംഭാവനകളെ ബേസ് ചെയ്ത് നൽകുന്ന ഒരു അവാർഡാണ് ഇത് അർജുന അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇതെന്താണ്? കായിക രംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഇത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അവാർഡ്സ് നമ്മൾ ഒന്നുകൂടി നോക്കാം. ഭാരത് രത്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇത് ഭാരത് രത്ന എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പത്മ അവാർഡ്സ്. പത്മ അവാർഡ്സ് എത്രയെണ്ണം ഉണ്ട്? പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട്. പത്മവിഭൂഷൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഉയർന്ന ബഹുമതിയാണ്, പത്മഭൂഷൺ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഉയർന്ന ഒരു ബഹുമതിയാണ്, പത്മശ്രീ എന്ന് പറയുന്നത് നാലാമത്തെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റാങ്കിങ് വരുന്നത്. ആദ്യം ഏതാണ്? ഭാരത് രത്ന ഒന്നാമത്, പിന്നെ വരുന്നത് പത്മവിഭൂഷൺ രണ്ടാമത്, പത്മഭൂഷൺ മൂന്നാമത്, പത്മശ്രീ നാലാമത്. അടുത്ത അവാർഡാണ് പരംവീർ ചക്ര. പരംവീർ ചക്ര എന്താണ്? ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ് ഇത് പരംവീർ ചക്ര എന്ന് പറയുന്നത്. അശോക ചക്ര ഏതാണ്? സെയിം പീസ് ടൈമിലെ നൽകുന്ന അവാർഡാണ് ഇത് അശോക ചക്ര. പരംവീർ ചക്രയ്ക്ക് പീസ് ടൈമിൽ നൽകുന്ന ഒരു അവാർഡ്, മീൻസ് പരംവീർ ചക്ര ആ ഒരു ടൈമിൽ നൽകുന്നത്, യുദ്ധത്തിന്റെ ഒക്കെ ഒരു ടൈമിൽ നൽകുന്നത്. അശോക ചക്ര എന്ന് പറയുമ്പോൾ പീസ് ടൈമിലേക്ക് വരുന്നത് നൽകുന്ന അവാർഡാണ് ഇത് അശോക ചക്ര എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അതെന്താണ്? സിനിമാ രംഗത്തെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾക്ക് നൽകുന്ന അവാർഡാണ് ഇത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. പിന്നെയാണ് സാഹിത്യ അക്കാദമി അവാർഡ്. അതെന്തിനാണ്?
കഥ, കവിത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നോവലുകളെ അങ്ങനെയുള്ള ഒരു ഇതില് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾക്ക് നൽകുന്ന അവാർഡാണ് ഇത് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എന്ത് അർജുന അവാർഡ്. അതെന്താണ് കായിക രംഗത്ത് മികച്ച ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾക്ക് നൽകുന്നതാണ് അർജുന അവാർഡ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ഏതാണ് കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഏത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കിട്ടിയത് ആർക്കൊക്കെയാണ് 2024 ഇതൊക്കെ കിട്ടിയത് ആർക്കാണ് എന്നുള്ളതൊക്കെ എന്തുള്ളിലുണ്ട് നമ്മുടെ നോട്ട്സിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ഇടുന്നത് പഠിക്കാൻ എളുപ്പത്തിന്. സോ എന്ത് ചെയ്യുക എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ് ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്